മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കണ്ണൂരിൽ UDFന് ആവേശം പകർന്ന് കെ സുധാകരൻ ഇറങ്ങി. പണ്ട് ബ്രണ്ണൻ കോളേജിൽ പിണറായിയെ ഒറ്റ ചവിട്ടിന് താഴെയിട്ടതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചവിട്ടി താഴെയിട് KSA എന്ന് UDF അണികളുടെ ആവേശം. സീറ്റില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ താരം KS തന്നെ. KS ബ്രിഗേഡിനെ തൊടാൻ കഴിയാതെ സതീശനും സണ്ണി ജോസഫും. കെ സുധാകരൻ ഇടഞ്ഞാൽ കണ്ണൂരിൽ നിലം തൊടില്ലെന്ന പേടി. KSന്റെ കാൽ ചുവട്ടിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഓടിയെത്തി. KSനെ വെറുപ്പിക്കുന്നത് നല്ലതിനല്ലെന്ന് ബോധ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുനയ നീക്കം ശക്തമാക്കി. കണ്ണൂരിൽ ടീം UDF എന്നതിനേക്കാൾ ടീം സുധാകരൻ എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. KSനെ നെഞ്ചേറ്റുന്നവർ വലിയ വേദനയിലായിരുന്നു സീറ്റ് കിട്ടാത്തതിൽ. ഇടഞ്ഞു നിന്ന സുധാകരനെ പാട്ടിലാക്കാൻ പണി 18 പയറ്റി നേതാക്കൾ. സുധാകരൻ അകന്നു മാറി നിന്നാൽ തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് പ്രചാരണത്തിലേക്ക് KS പക്ഷത്തെ ഇറക്കാനുള്ള നീക്കം ശക്തമാണ്. അതായത് കണ്ണൂരിലെ എല്ലാ പ്രചാരണ വേദിയിലും UDFന്റെ തലപ്പൊക്കത്തിൽ K സുധാകരൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം. അതായത് KSന് ഒരു പരിഭവവും ഇല്ല, പാർട്ടിയോടൊപ്പം തന്നെയാണ് എന്ന് എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തുകയും വേണം. അതിന്റെ ഭാഗമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് KSനെ നേരിട്ട് കാണാനെത്തിയതും പിന്തുണ വേണമെന്ന് അറിയിച്ചതും. സണ്ണി ജോസഫിനെ ചേർത്ത് പിടിക്കുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു കെ സുധാകരൻ. ഇതോടുകൂടി കണക്കുകൂട്ടലുകൾ പിഴച്ചത് അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിലെ CPMനാണ്. കാരണം കണ്ണൂരിൽ കെ സുധാകരൻ ഇടഞ്ഞു മാറി നിന്നാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് CPM കണക്കുകൂട്ടിയിരുന്നു. ഈ പറയുന്ന സുധാകരന് സീറ്റ് കൊടുക്കില്ല എന്നുള്ള ഘട്ടമൊക്കെ വന്നപ്പോഴും പിന്നീട് സീറ്റ് കൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയപ്പോഴും കെ സുധാകര പക്ഷക്കാർ വലിയ എതിർപ്പിൽ മാറി നിൽക്കുകയായിരുന്നു. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് മനക്കോട്ട കെട്ടുകയും ചെയ്തു പിണറായിയും കൂട്ടരും. എന്നാൽ ഒടുക്കം ആ കണക്കുകൂട്ടലുകൾ പിഴച്ചു. KS പാർട്ടിക്കൊപ്പം എന്ന് പിന്നീട് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് കെ സുധാകരൻ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോഴൊക്കെ അതിൽ തനിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ വിഷമം വ്യക്തമാക്കിയിരുന്നു. അതായത് എനിക്ക് സീറ്റ് നിഷേധിച്ചത് ആരൊക്കെയാണ്, അതിന് പിന്നിൽ കളിച്ചവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാമെന്നും ഞാൻ മറുപണി കൊടുക്കും എന്നൊക്കെ കെ സുധാകരൻ പറഞ്ഞപ്പോൾ പ്രചാരണത്തിൽ നിന്ന് കെ സുധാകരൻ മാറി നിൽക്കുമെന്ന് വീണ്ടും പിണറായി കൂട്ടർ മനക്കോട്ട കെട്ടി. എന്നാൽ സുധാകരനെ ശക്തമായി തന്നെ പ്രചാരണ രംഗത്തേക്കിറക്കാൻ എല്ലാ നീക്കവും ശക്തമാക്കുകയും പ്രത്യേകിച്ച് ചെന്നിത്തലയുടെയും AK ആന്റണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരന്തരം കെ സുധാകരനുമായി ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് CPMകാരുടെ പരിപ്പിളക്കിക്കൊണ്ട് പ്രചാരണ രംഗത്തേക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ പോലെ ഇറങ്ങുകയാണ് കെ സുധാകരൻ. സീറ്റിനു വേണ്ടി കെ സുധാകരൻ കട്ടായം വാദിച്ചു നിന്നപ്പോൾ അതിനെ എതിർത്തവരിൽ പ്രധാനിയായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. MPമാർക്ക് സീറ്റ് കൊടുക്കേണ്ട എന്ന് വാദിച്ച കൂട്ടത്തിൽ സണ്ണി ജോസഫും ഉണ്ടായിരുന്നു. സതീശനും സണ്ണി ജോസഫും KSനെതിരെ കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്തിരുന്നു. ഒടുക്കം സീറ്റ് കൊടുത്തില്ലെങ്കിലും കെ സുധാകരന്റെ പവർ ഒരിക്കൽ കൂടി നേതാക്കൾ മനസ്സിലാക്കി. ഇതോടെയാണ് തെരഞ്ഞെടുപ്പിൽ ടീം UDFന്റെ നെടുന്തൂൺ കെ സുധാകരനാണെന്ന് നേതാക്കളെല്ലാം സമ്മതിക്കുന്നത്. കെ സുധാകരൻ MP തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രായാധിക്യം മറന്ന് ഇപ്പോൾ കത്തിക്കയറുകയാണ്. കണ്ണൂർ കോൺഗ്രസിൽ മഞ്ഞുരുകിയതോടെ UDF തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കോൺഗ്രസ് പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ഇതുവരെ കാണാത്ത ആവേശമാണ് കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ദൃശ്യമാകുന്നത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതോടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുടെ നീണ്ട നിര തന്നെയാണ് തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കായി പ്രവർത്തിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M വിജയരാഘവൻ, P സന്തോഷ് കുമാർ MP തുടങ്ങിയ നേതാക്കൾ കുടുംബ യോഗങ്ങളിൽ പങ്കെടുത്ത് വരികയാണ്. എന്നാൽ കെ സുധാകരൻ MP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായതോടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അണികൾ ആവേശത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയിരിക്കുകയാണ്. UDF മണ്ഡലങ്ങളിൽ ആവേശമായി മാറാൻ കെ സുധാകരന് ഇതിനോടകം കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ ജനക്കൂട്ടമാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ കെ സുധാകരനെ കേൾക്കാനായി എത്തിച്ചേരുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡല സ്ഥാനാർത്ഥിത്വ വിവാദങ്ങൾക്ക് ശേഷം സുധാകരൻ MPയെ സണ്ണി ജോസഫ് കാണാനെത്തിയത് കോൺഗ്രസിൽ ഐക്യത്തിന്റെ ഒരു വിളംബരമായിട്ടുണ്ട്.
പേരാവൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുധാകരനെ ക്ഷണിക്കാനായിട്ടായിരുന്നു സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തോട്ടട നടാലിലെ ലാൽ വിഹാർ വീട്ടിലേക്ക് എത്തിയത്. നേരിട്ടെത്തി സംസാരിക്കണമെന്ന് സണ്ണി ജോസഫിനോട് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾ രണ്ടുപേരും തിരക്കിലായത് കാരണമാണ് കാണാൻ വൈകിയതെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. രണ്ടുപേരും കൂടി തീരുമാനിച്ച സമയമാണ് ഇത്. കെ സുധാകരൻ തന്റെ നേതാവാണ്. അദ്ദേഹമാണ് എന്നെ DCC KPCC പ്രസിഡന്റ് ആക്കിയത്. ഒരു സഹോദരന്റെ സ്നേഹം എല്ലായ്പ്പോഴും തനിക്ക് സുധാകരൻ തന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.